എറണാകുളം മുൻ RTO TM ജെർസനെതിരെയുള്ള കൈക്കൂലി കേസിൽ രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്തയച്ചു. ജെർസന്റെ സ്വത്ത് വിവരങ്ങളുടെ കണക്ക് തേടിയാണ് കത്ത്. ജേഴ്സിനെതിരെ വിജിലൻസിന് മുന്നിൽ ഇതുവരെ വന്നത് 5 പരാതികളാണ്. എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, കൈക്കൂലി സ്വയം വാങ്ങുക മാത്രമല്ല, താഴെയുള്ള കീഴുദ്യോഗസ്ഥർക്ക് ഒരു ടാർഗറ്റ് നൽകുന്നു. അതോടൊപ്പം ഈ പണം മാത്രമല്ല, മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ കൈക്കൂലിയായി വാങ്ങുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഭാര്യയ്ക്കും ജോഴ്സിനുമെതിരെയുള്ള വിദ്യാർത്ഥിയുടെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. ഏകദേശം 75 ലക്ഷം രൂപ കബളിപ്പിച്ചു എന്നാണ് പരാതി. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? വിജിലൻസിന് മുന്നിൽ മാത്രമാണ് 5ലധികം പരാതികൾ വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും ഒക്കെ ഹാജരാക്കാൻ പരാതിക്കാരോട് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുകയാണ് വിജിലൻസ് സംഘം. ഈ 3 പേരെയും, ജേഴ്സൺ, അതോടൊപ്പം തന്നെ ഏജന്റുമാരായ സജി, രാമപ്പടിയാർ, ഈ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ജേഴ്സന്റെ സ്വത്തുവിവരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏറെക്കുറെ വിജിലൻസ് ശേഖരിച്ചു വരികയാണ്. അതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നത് അടക്കമുള്ള സംശയങ്ങൾ വിജിലൻസിനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്തയച്ചിരിക്കുന്നത്. ഇയാൾ ഈ കാലയളവിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഭൂമിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കണം എന്നതാണ് കത്തിലെ ആവശ്യം. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. കൂടാതെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ പോലീസിലും ഈ ജേഴ്സനെതിരെ പരാതി ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആണ് പോലീസിലെത്തി പരാതി നൽകിയത്. അതായത് ബിസിനസ്സിൽ പങ്കാളിത്തം ചേർന്ന ശേഷം 75 ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് ജേഴ്സനെതിരെയുള്ള പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ പരാതിക്കാരൻ മാതൃഭൂമി ന്യൂസിനോട് കഴിഞ്ഞ രാത്രി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് RTO പോലെയുള്ള ഉന്നത റാങ്കിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്രയധികം പരാതികളെന്ന് നമ്മൾ ഓർക്കണം. മാത്രമല്ല, ഇന്നലെ ഈ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധിയും ജേഴ്സനെതിരെ പരാതി മുന്നോട്ട് വെച്ചു. എന്ത് ചെയ്യണമെങ്കിലും ഈ മദ്യവും അതോടൊപ്പം തന്നെ പണവും ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. നിരവധി പരാതികൾ ആ സംഘടനയ്ക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിജിലൻസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം തെളിവ് ശേഖരിച്ചുകൊണ്ടാണ് ഒരു ബസിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജേഴ്സൺ കുടുങ്ങുന്നത്. പക്ഷേ സാധാരണഗതിയിൽ കൈക്കൂലി കേസിൽ ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് പ്രധാനമായും പോകുക. പക്ഷേ ഇതൊരാൾ കുടുങ്ങിക്കഴിയുമ്പോൾ ഒട്ടനവധി പരാതികൾ ഇയാൾക്കെതിരെ രംഗത്ത് വരികയാണ്. അതിന് കഴിഞ്ഞ ദിവസം ഈ ജേഴ്സനെതിരെയുള്ള പരാതി വരുന്ന സമയത്ത് രാഗി തന്നെ റിപ്പോർട്ട് ചെയ്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം വിജിലൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞും പിരിവ് നടത്തി എന്നുള്ളതാണ്. അതായത് വിജിലൻസ് പരിശോധന വരാതിരിക്കാൻ വേണ്ടി വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കാശ് കൊടുക്കണം, അതിനുവേണ്ടി സഹപ്രവർത്തകരിൽ നിന്ന് വരെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു ജെർസൺ. അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ആ കാര്യത്തിൽ നടപടികൾ എന്തെങ്കിലും വിജിലൻസ് സ്വീകരിച്ചിട്ടുണ്ടോ? അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ വാളയാർ ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വിജിലൻസ് ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് പരിശോധന നടത്തി. അവിടെ എത്തിയപ്പോഴാണ് പരിശോധന നടത്തപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തുടർച്ചയായി കയറിയിറങ്ങുന്നത്, നിങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് വിജിലൻസ് ശരിക്കും അമ്പരക്കുകയും അതോടൊപ്പം തന്നെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതലായി ശേഖരിക്കുകയും പരിശോധന നടത്തുകയും അങ്ങനെ പിടിവീഴുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത്തരം നീക്കങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, കീഴുദ്യോഗസ്ഥർക്ക് ടാർഗറ്റ് വയ്ക്കും. നേരിട്ട് കൈക്കൂലി വാങ്ങുന്നതിന് പുറമെ കീഴുദ്യോഗസ്ഥരോട് നിങ്ങൾ കൈക്കൂലി വാങ്ങണം, അങ്ങനെ കിട്ടുന്നതിന്റെ പഴി തനിക്ക് തരണം എന്ന് പറയുകയും ചെയ്തു എന്നതാണ് വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഒക്കെ വിജിലൻസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, ഇയാളിപ്പോൾ ഇന്നലെ രാത്രി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സസ്പെൻഷൻ ഉത്തരവിൽ ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ കളങ്കം ഉണ്ടാക്കി എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇയാൾക്കെതിരെ നേരത്തെയും പരാതി ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു കളങ്കിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിർണായക പോസ്റ്റിൽ ഇത്രയും നാൾ വിജിലൻസിന് പിടി വീഴുന്നത് വരെ എന്തിനു വച്ചു എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം അങ്ങനെ കളങ്കമുണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കളങ്കമുണ്ടാക്കുമെന്ന അത്ര പേടി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില പരാതികളും ചില ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നടപടിയെടുക്കാമായിരുന്നല്ലോ. മാത്രമല്ല, അങ്ങനെ വേറെ ഏതെങ്കിലും പോസ്റ്റിൽ വെക്കാമായിരുന്നു. ഇത് RTO എന്ന് പറയുന്നത് വളരെ നിർണായക നേരിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ കളങ്കിതരാകാത്തൊരു ഉദ്യോഗസ്ഥരെ വയ്ക്കണം. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഒട്ടനവധി പരാതികൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ശൃംഖലയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇന്നലെ ബസ് ഉടമകളുടെ സംഘടനകളടക്കം പറഞ്ഞത് അവിടെ ഒരു മാഫിയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഒക്കെ എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് വിജിലൻസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ എളമക്കര പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരിധിയിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചു എന്നതിനാണ് അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ കേസുകളിലേക്ക് വരുന്നു, കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊക്കെ വിജിലൻസ് പോകുന്നു എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. ശരി.